NDA എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ കാണുന്നത്? മുന്നൊരുക്കം എത്രത്തോളമായി എന്നാണ് അറിയേണ്ടത്. ജി ശ്രീജിത്ത് അതിൽ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, NDA സംബന്ധിച്ച് ഇത് അവർ വളരെ നിർണായകമായിട്ട് കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കൂടുതൽ സീറ്റുകൾ നേടും, നിയമസഭയിൽ വീണ്ടും വീണ്ടും ഉറപ്പാക്കും പ്രാതിനിധ്യം എന്ന് ഉറപ്പിക്കാൻ ഭാഗത്തിന് അവർ പലവട്ടം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അതിൽ പ്രത്യേകിച്ചും BJP. പക്ഷേ ഇതിനിടയിലാണല്ലോ BJPയിലെ ഘടകകക്ഷികൾ ചില ഏകപക്ഷീയ തീരുമാനങ്ങൾക്കെതിരെയൊക്കെ രംഗത്തെത്തിയത്. NDAയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് നീണ്ടുപോകാനാണോ സാധ്യത? എൽദോ, നീണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും മറ്റ് രണ്ട് മുന്നണികളും വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ, ഒരുപക്ഷെ മറ്റന്നാൾ തന്നെ ഉണ്ടാകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനകം നമുക്കറിയാം A ക്ലാസ് മണ്ഡലങ്ങളായൊക്കെ പ്രഖ്യാപിച്ച നിരവധി മണ്ഡലങ്ങളുണ്ട്. പലയിടത്തും ഇതിനകം തന്നെ സ്ഥാനാർത്ഥികളായി ഉള്ളവർ രംഗത്തിറങ്ങി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഒരു ആത്മവിശ്വാസം അത് തന്നെയാണ്. സാധാരണഗതിയിൽ എപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJPയുടെ ഉണ്ടാകുക ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ്. ഇപ്പോഴും ഈ ഘട്ടത്തിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായില്ല. പക്ഷെ നമുക്ക് ഒരുപാട് മണ്ഡലങ്ങളിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന് വളരെ കൃത്യമായി അറിയാവുന്ന നിലയാണുള്ളത്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും, പാലക്കാട് ശോഭാ സുരേന്ദ്രനും, നേമത്ത് രാജീവ് ചന്ദ്രശേഖറും, കഴക്കൂട്ടത്ത് V മുരളീധരനും ഒക്കെ മാസങ്ങളായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഏറ്റവും അവസാന നിമിഷം വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അങ്ങനെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകുക, ഈ രീതിക്ക് ഇത്തവണ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് BJP ക്യാമ്പിന്റെ ഒരു ആത്മവിശ്വാസം. സംസ്ഥാനത്ത് മറ്റു പല സീറ്റുകളിലെയും ഒരുപക്ഷെ ഇനി പ്രഖ്യാപനം വൈകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും BJP പ്രധാനമായും കുറച്ച് സീറ്റുകളെങ്കിലും, നിർണായക ശക്തിയാകാൻ വേണ്ട സീറ്റുകളെങ്കിലും നേടിയെടുക്കുക, ഒരു തൂക്ക് മന്ത്രിസഭയാണെങ്കിൽ വോയിസ് തങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് BJPയുടെ ഒരു ഇത്തവണത്തെ പ്രധാന തന്ത്രം. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു സീറ്റ് പൂട്ടിച്ചെങ്കിൽ ഇത്തവണ പല സീറ്റുകൾ നേടിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരുപക്ഷെ രണ്ടക്കത്തിലേക്ക് 10-ലധികം സീറ്റുകളെങ്കിലും നേടണം എന്ന തരത്തിലുള്ള തന്ത്രങ്ങളാണ് അവർ ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം തുടങ്ങിവെച്ചതും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ വലിയ ആവേശമായി മാറുന്നതും ഒക്കെ അതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ളത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് BJPയുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായി പലയിടത്തും പുതുതായി പഞ്ചായത്തുകൾ ഉൾപ്പെടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനിടയിലാണ് NDAയിലെ ചെറിയ ഘടകകക്ഷികൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്, പരസ്യ പ്രതികരണവുമായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇവർക്കെല്ലാവർക്കും സീറ്റുകൾ വേണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. BDJS ഒപ്പം തന്നെ 2020 ഉൾപ്പെടെയുള്ള പുതിയ കക്ഷികൾ 2020 പോലുള്ളവർ മുന്നണിയിൽ എത്തിയ സാഹചര്യമുണ്ട്. അവർക്കുകൂടി സീറ്റ് വീതം വെക്കുക എന്ന തരത്തിലുള്ള ഒരു പുതിയ സാഹചര്യം കൂടി NDAയിലുണ്ട്. അതിനിടയിലാണ് ചെറിയ കക്ഷികളുടെ ഒരു സമ്മർദ്ദ നീക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഇതിലൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് BJPയെ സംബന്ധിച്ച് BJPയുടെ ഫോക്കസ് അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ ഫോക്കസ് ഏതെങ്കിലുമൊക്കെ സീറ്റുകളിൽ അവരുടെ വിജയിച്ചു കയറുക അല്ലെങ്കിൽ ശക്തി തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറുകക്ഷികളുടെ പ്രതിഷേധങ്ങൾ എത്രത്തോളം ഇവർ ഉൾക്കൊള്ളും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ചിലയിടത്തെങ്കിലും സീറ്റുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുക. ഇപ്പോ കാമരാജ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പാറശാല സീറ്റാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ പാറശാല കാലങ്ങളായി BJP വളരെ മികച്ച പ്രകടനം നടത്തുന്ന ഒരു സീറ്റ് കൂടിയാണ്. അപ്പോ അത്ര BJPക്ക് ശക്തിയുള്ള സീറ്റുകൾ ഒരുപക്ഷെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ ഇവർ ജയസാധ്യത പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ആദ്യം തന്നെ മറ്റു രണ്ട് മുന്നണികൾക്കൊപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. എൽദോ, റൈറ്റ്. ശ്രീത്, ഒരു കാര്യം കൂടി, ഈ മധ്യ കേരളത്തിലെ ഫലം അത് എല്ലാ സമയത്തും തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. മധ്യ കേരളത്തിലെ ഫലം വരുമ്പോൾ അവിടെ കേരള കോൺഗ്രസിന്റെ പ്രകടനം അത് വളരെ പ്രാധാന്യം നിറഞ്ഞതുമാണ്. കേരള കോൺഗ്രസിന്റെ നേതൃത്വം, അത് LDFിലെയും UDFിലെയും രണ്ട് ക്യാമ്പുകളിലെയും കേരള കോൺഗ്രസിന്റെ സാധ്യതകൾ, അവർ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ, അതിൽ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തലുള്ളത് ശ്രീത്? എൽദോ, അവിടെയാണ് ചില പ്രതിസന്ധികൾ ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് UDFിലെ കാര്യമെടുത്താൽ ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ച ഇതുവരെ പൂർത്തിയായിട്ടില്ല. അവർക്ക് 10 സീറ്റ് ഉണ്ടായിരുന്നു. ആ 10 സീറ്റിൽ
ഒരു 4 എണ്ണമെങ്കിലും ഏറ്റെടുക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിയിരുന്നത്. പക്ഷെ അതിന് ജോസഫ് ഗ്രൂപ്പ് വഴങ്ങിയിരുന്നില്ല. ഏതായാലും ചില സീറ്റുകൾ ഇപ്പോൾ ഏറ്റുമാനൂർ പോലുള്ള സീറ്റുകൾ എന്തായാലും ഏറ്റെടുക്കുമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട്. ഇപ്പൊ ലീഗുമായി ഇന്ന് ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചതെങ്കിൽ കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇനിയും ഒരു അനിശ്ചിതത്വം തുടരുകയാണ് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകും എന്നതാണ് അവരുടെ ഒരു പദ്ധതി. അവിടെയും തൊടുപുഴയിൽ ആര് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. പി ജെ ജോസഫ് തന്നെ വീണ്ടും കളത്തിൽ ഇറങ്ങുമോ, അതോ അബു ജോസഫിനെ കളത്തിലിറക്കിക്കൊണ്ടൊരു തലമുറ മാറ്റത്തിന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സാക്ഷിയാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതല്ല ഇടുക്കിയിലേക്ക് ജോസഫ് മാറുകയും റോഷി അഗസ്റ്റിനെ നേരിടാൻ ഇറങ്ങുകയും ചെയ്യുമോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ കൗതുകം നിറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജോസഫ് ഗ്രൂപ്പിൽ ഇനിയും ബാക്കിയാണ്. തൊട്ടിപ്പുറത്ത് ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ചും ഇടതുമുന്നണിയിലെ ചർച്ച ഒരു അന്തിമമായി പൂർത്തിയായിട്ടില്ല. ചില സീറ്റുകൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒക്കെ മറ്റും ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുന്നതനുസരിച്ച് പാലായിൽ തന്നെ മത്സരിക്കണോ എന്ന കാര്യത്തിലും ജോസ് കെ മാണി ഒരു അന്തിമമായ തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ പാർട്ടി നേതൃത്വത്തിലുള്ളവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലായോ കടുത്തുരുത്തിയോ ജോസ് കെ മാണിയുടെ സീറ്റ് ഏത് എന്നത് സംബന്ധിച്ച് റോഷി അഗസ്റ്റിൻ നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയതാണ്. പക്ഷെ ഇപ്പോഴും അക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതുകൊണ്ട് LDF മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളായ CPM-ഉം CPI-യും ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ആദ്യം ഇറങ്ങാൻ തീരുമാനിക്കുമ്പോഴും തൊട്ടിപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ 1-2 ദിവസം ഇനിയും വൈകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പാർട്ടികളുടെ സാന്നിധ്യം അവരുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലും വളരെ നിർണായകമായത്. UDF-ന്റെ ഒരു ഉരുക്കു കോട്ടയായിരുന്നു മധ്യ കേരളം. കോട്ടയം ജില്ലയിലൊക്കെ വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണിക്ക് കാലങ്ങളായി ജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോടെ സ്ഥിതി മാറുകയും ഇടതുമുന്നണിക്ക് വലിയ അപ്രമാദിത്വമുള്ള ജില്ലയായി മാറുകയും ചെയ്തു. പക്ഷേ ഇടുക്കിയിലും സമാനമായ ഒരു സാഹചര്യം. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ഈ സ്ഥിതിക്കാകെ വീണ്ടും മാറ്റം വരുന്നു. UDF തങ്ങളുടെ ഇത്തരം കേന്ദ്രങ്ങൾ, പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചു പിടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അതാണ് UDF-ന്റെ വലിയ ആത്മവിശ്വാസം. തൊട്ടിപ്പുറത്ത് മുന്നണി മാറ്റ വിവാദമൊക്കെ കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിസന്ധിയിലാക്കുകയും അത് ഇടത് അണികൾക്കിടയിൽ അടക്കം അതൃപ്തി ഉണ്ടാക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ജോസ് കെ മാണിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ PC ജോർജ്, ഷോൺ ജോർജ് എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ഒരു കരുത്ത് കാട്ടാൻ BJP-യും ഒരു വശത്ത് ശ്രമിക്കുന്നുണ്ട്. ഇവർ ആരുടെ വോട്ടുകളായിരിക്കും കൂടുതലായി പിടിക്കുക, അത് പലരുടെയും ജയപരാജയങ്ങളെ അടക്കം നിശ്ചയിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇത്തവണ മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയം അത് വളരെ സൂക്ഷ്മമാണ്. പ്രത്യേകിച്ച് കോട്ടയവും ഇടുക്കിയും ഒക്കെ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൽദോ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസിന്റെ പ്രകടനം, അത് UDF-ലെ ആവട്ടെ LDF-ലെ ആവട്ടെ, അവിടെ ഏത് തരത്തിലാണ് പ്രതിഫലിക്കുക എന്നുള്ളത് അധികാരം നേടുന്നതിൽ വളരെ നിർണായക സാന്നിധ്യമാകാനുള്ള സാധ്യതയുള്ള സാഹചര്യമാണ് മധ്യ കേരളത്തിലെ ഇടുക്കി, കോട്ടയം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയും ചെയ്യുന്നു അതിലേക്ക്. നമ്മൾ കൊടിയേറ്റ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.